പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പറയാം. നമ്മുടെ സമൂഹത്തിലിപ്പം അമേരിക്കയുമായി ഇന്ത്യ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞ് പ്രതിരോധ പ്ലെയിനുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കരാറിലേക്ക് ഒപ്പിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഇവിടെ ഇടതു വലത് മറ്റ് പാർട്ടികൾ ഇതിനെതിരെ പറയുന്നുണ്ട്. അത് അമേരിക്കൻ വിപ്ലവമാണ്, അമേരിക്കൻ സാമ്രാജ്യത്വമാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമേ അല്ല. മോഡി ഇനി ഉദ്ദേശിക്കുന്നത്, പണ്ട് ഇസ്രായേൽ ഈജിപ്തിൽ വെച്ച് റഷ്യൻ മിഗ് എന്ന് പറയുന്ന ഒരു പ്ലെയിന് അവിടുന്ന് ഹൈജാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് അത് പരിശോധിച്ച് പുതിയ തരം പ്ലെയിനുകൾ ഉണ്ടാക്കിയിരുന്നു, കൺവെർട്ട് ചെയ്ത്. എന്നിട്ട് അമേരിക്കയിൽ നിന്നും വാങ്ങിയ F-16 ചില ഭാഗങ്ങൾ കൂടെ അതിൻ്റെ ചില സോഴ്സുകൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് പുതിയ തരം ഏറ്റവും മെച്ചപ്പെട്ട ഒരു യുദ്ധപ്ലെയിൻ നിർമ്മിച്ചു. ഇതേ സാങ്കേതിക തത്വമാണ് മോഡി ഗവൺമെൻറ്റും നടപ്പാക്കാൻ പോകുന്നത്. ഇത് അമേരിക്കയുടെ മാത്രമല്ല, ബ്രിട്ടൻ്റെ സീ ഹാരിയർ വിമാനങ്ങളെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ വിമാനങ്ങളെയും റഷ്യയുടെ വിമാനങ്ങളെയും എല്ലാം കൂടെ പരിശോധിച്ച് പുതിയ തരം മെച്ചപ്പെട്ട 6ാം തലമുറയിലുള്ള യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കി നമ്മുടെ വിപണിയിലെത്തിക്കുകയും അതിൽ നിന്ന് വൻ തുകകൾ ഒഴുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ മോഡി ഗവൺമെൻറ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് നല്ലൊരു ഇതാണ്. കാരണം നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുവാനും പ്രതിരോധ ആയുധങ്ങളുടെ മെച്ചപ്പെട്ട പ്രതിരോധ ശക്തി വീണ്ടെടുക്കുവാനും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി നേരിടുവാനും ഒക്കെ ബലപ്പെടുമെന്നുള്ളത് കാര്യം സംശയമില്ല. അത് നല്ല ഒരു ഐഡിയാസാണ്. അതിലെല്ലാ പ്ലെയിനുകളും ഉപയോഗിക്കില്ല, കുറച്ച് ഒരു പ്ലെയിനായിരിക്കും ഇങ്ങനത്തെ ഉള്ള സാങ്കേതിക വിദ്യയ്ക്ക് ഉപയോഗിക്കുക. ബാക്കിയുള്ളതെല്ലാം പ്രതിരോധത്തിൻ്റെ കാര്യത്തിനായിട്ട് ഉപയോഗിക്കുക. ഇത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഏറ്റവും ഒരു മെച്ചപ്പെട്ട അധ്യായം കുറിക്കുമെന്ന് സംശയമില്ല. അങ്ങനെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ കഴിവുകൾ പ്രാപ്തമാക്കി തീർക്കുന്ന രീതിയിലുള്ള ഒരു നിലയിലേക്ക് കൊണ്ടുവരികയായിരിക്കും മോഡി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ശാസ്ത്രലോകം പുതിയ ഒരു മേഖലയ്ക്ക് 6ാം തലമുറ യുദ്ധ പ്ലെയിനുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു മേഖലയിലേക്കാണ്. ഇതിപ്പം ചൈന 6ാം മേഖലയിലുള്ള യുദ്ധ പ്ലെയിനുകളും ഇറക്കാനുള്ള പരിപാടിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട യുദ്ധ പ്ലെയിനുകൾ നിർമ്മിക്കുന്നതിനുള്ള രീതിയിലേക്ക് ഇന്ത്യ എത്തുകയാണ്. അന്നേരം നമ്മൾ മറ്റ് രാജ്യങ്ങളെ കിടപിടിക്കാൻ തക്കതായ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുവാനായിട്ട് നമുക്ക്, പ്രതിരോധ പ്ലെയിനുകൾ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളത് ഒരു നിസ്തർക്കം പറയുവാനുള്ള ഒരു ഇതായിരിക്കും. കാരണം നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ ഇപ്പം മെച്ചപ്പെട്ട ആയുധങ്ങൾ നമ്മൾ നിർമ്മിച്ചു വരുന്നുണ്ട്. അത് മറ്റ് രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. ഇതേ സാങ്കേതികവിദ്യ ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് നടപ്പാക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു മോഡി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.